കേരളത്തിലേക്ക് കാലികളെത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ പൊള്ളാച്ചി. കച്ചവടക്കാരെന്ന വ്യാജേനയാണ് ഞങ്ങൾ കാലിച്ചന്തയിലെത്തിയത്. കണ്ടപാടെ ഏജന്റുമാർ വളഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് കാലികളെ വാങ്ങിത്തരാമെന്നും പരിശോധന കൂടാതെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നൽകാമെന്നും വാഗ്ദാനം. എല്ലാമുണ്ടെങ്കിലും കേരളാതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ എങ്ങനെ കടക്കുമെന്നായി ഞങ്ങളുടെ സംശയം. കൊടുക്കേണ്ടത് കൊടുത്താൽ ചെക്ക് പോസ്റ്റ് കടക്കാൻ പ്രയാസമില്ലെന്ന് ഇടനിലക്കാരൻ വെളിപ്പെടുത്തി. എത്ര ചെലവാകും? ചെക്ക് പോസ്റ്റ് 10-300 കൊടുക്കണം. അവിടെ ഉള്ള കൊടുത്താൽ 600 നാട്ടിലാവുമ്പോൾ ഒരു കേസ് വരിച്ചാൽ ഒരു 300 ആയിരിക്കും. എത്ര കാലികളെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്നും ചെക്ക് പോസ്റ്റുകളിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും മറ്റൊരാൾ പറഞ്ഞു. എത്ര വണ്ടിക്ക് പോകും? വലിയ വണ്ടിക്ക് പോകും? വലിയ വണ്ടിക്ക് 40,000. ആദ്യം സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതോടെ ഇടനിലക്കാരൻ ഞങ്ങളെയും കൂട്ടി പൊള്ളാച്ചി മൃഗാശുപത്രിയിലെത്തി. ഡോക്ടർ പാരിവേന്ദനാണ് ജോലിയിലുള്ളത്. കൂടുതൽ അന്വേഷണത്തിന് മുതിരാതെ എത്ര കാലികൾക്കുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് ആരാഞ്ഞു. വൈകാതെ 40 കാലികൾക്കുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റ് റെഡി. ഒപ്പം സീലും വെച്ച് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ 500 രൂപ കൊടുക്കണം. അതാണ് കീഴ്വഴക്കം. മൃഗങ്ങളെ കാണുക പോലും ചെയ്യാതെ അസുഖമേതുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഇവിടുത്തെ പൊതുരീതി. ഒടുവിൽ ഇടനിലക്കാരനെ പറഞ്ഞുവിട്ട് ഞങ്ങൾ ചാലക്കുടിക്ക് പുറപ്പെട്ട കാലിവണ്ടിക്ക് പിന്നാലെ കൂടി. അതിർത്തിയിലെ കേരള ചെക്ക് പോസ്റ്റുകളിൽ കാലികളുടെ പരിശോധനയോ വാഹന പരിശോധനയോ ഉണ്ടോ എന്നറിയുകയായിരുന്നു ഉദ്ദേശം. കാലികളുമായി പൊള്ളാച്ചിയിൽ നിന്നും യാത്ര തുടങ്ങിയ ലോറി ഇപ്പോൾ കേരള അതിർത്തി പിന്നിട്ടിരിക്കുന്നു. നടുപ്പുണിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റേതടക്കം ഒരു ചെക്ക് പോസ്റ്റിലും പരിശോധനയില്ലാതെയാണ് വാഹനം പാലക്കാട്ടേക്ക് നീങ്ങുന്നത്. ക്യാമറാമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.